ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ നമ്മുടെ രചന വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ചിപ്പി മോൾ അവിടെ ഇല്ല എന്ന സത്യം. കൊച്ചു ഭയങ്കര ബഹളമായിരുന്നു. ഇതും ഇഷിതയുടെ അരികിൽ കൊണ്ടാക്കി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു ബോധമില്ല പെണ്ണുമ്പളെ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചാൽ വേലക്കാരോട് ദേഷ്യപ്പെടുക. ചിപ്പിയുടെ വീട് ഇതാണ്. ചിപ്പിക്ക് ഇഷിതയെ കാണണമായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വിളിക്കണമായിരുന്നു. ഇഷിതയുടെ ആവശ്യം അറിയാലോ. കോടതിയുടെ അടുത്ത സിറ്റിങ്ങിൽ ഇഷിതയുടെ സ്റ്റേറ്റ്മെൻറ്റിന് വലിയ വിലയുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അതെ, ഞാൻ യാത്രയിലാണെന്ന് ഇഷിതയോട് പറഞ്ഞോ? ആ പറഞ്ഞു. ഓ, പൂർത്തിയായി. ഞാൻ കുഞ്ഞിനെ നോക്കുന്നില്ല എന്ന് ഇഷിതയ്ക്കൊരു പരാതി ഉണ്ടായിരുന്നു. അതങ്ങോട്ട് സാധിച്ചു കൊടുത്തല്ലോ. മണ്ടത്തരം വിളിച്ച് വരുത്തിയിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് തലേ കൈയും കൊടുത്തിങ്ങനെ ഇരിക്കുക. ഒന്ന് പോയി തരാം എൻ്റെ മുമ്പിൽ നിന്ന് എന്ന് ചോദിച്ച് രചന ദേഷ്യപ്പെടുകയാണ് ആ പുള്ളിക്കാരിയോട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് രചന. കാരണം ഈ രാത്രിയായിട്ടും കുഞ്ഞിനെ ഒന്ന് വിളിക്കുകയോ അന്വേഷിക്കുകയോ പോലും ചെയ്യാത്ത രചനയെ എങ്ങനെ നമ്മുടെ ഇഷിത വിശ്വസിക്കും എന്ന് രചനയ്ക്ക് നന്നായിട്ട് അറിയാം. പിറ്റേ ദിവസം രാവിലെ ആയി നമ്മുടെ രചന ആ ഫ്ലാറ്റിലേക്ക് വരികയാണ്. അപ്പം മഞ്ചമ്മ മോള് നിന്നിട്ട് ബാൽക്കണിയിൽ നിന്നിട്ട് രചന വരുന്നത് കണ്ടു കേട്ടോ. സ്വപ്നവല്ലിയോട് ചെന്നിട്ട് ഈ വിവരം അറിയിക്കുകയാണ്. ദാ അമ്മയുടെ മരുമോള് വരുന്നുണ്ട്. എൻ്റെ മരുമോളോ? എനിക്ക് മരുമോളില്ല. ഉണ്ടായിരുന്നു, അവളെ ചത്തുപോയി. ഇപ്പം അവളെ യക്ഷിയാ. ആ, എന്നാൽ യക്ഷി വരുന്നുണ്ട്, നോക്കിക്കോ അമ്മയുടെ ചോര കുടിക്കാനായിട്ട്. പിന്നെ യക്ഷിങ് പറഞ്ഞിട്ട് ഞാനേ നാഗവല്ലി കുടുംബത്തിൽപ്പെട്ട ആളാ. എന്നെ ഊറ്റി കൊടുക്കാൻ ഏത് യക്ഷിയാന്ന് എനിക്ക് അറിയണം. അപ്പോഴേക്കും മഞ്ചമ്മ പറഞ്ഞു, എൻ്റെ പൊന്നമ്മ യക്ഷിയും കുക്ഷിയൊന്നും അല്ല. ആരാന്നറിയാവോ? ദേ അമ്മയുടെ മരുമോള് തന്നെയാ. അതെ, രചന വരുന്നുണ്ടെന്ന്. അവളെ എൻ്റെ മരുമോൾ എന്ന് പറഞ്ഞാലേ നിന്നെ ശരിയാക്കി ഞാൻ. രചനയോ? അവളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? വഴക്കുണ്ടാക്കാൻ വരുന്നതായിരിക്കും. ഞാൻ കണ്ടതാ അവൾ വരുന്നുണ്ട്. അമ്മയോട് വഴക്കിടാനല്ലാതെ അവളെന്തിനാ വരുന്നത്? ആഹാ, അവൾ വഴക്കിടാനോ? എൻ്റെ ചിപ്പിയെ തട്ടിക്കൊണ്ട് പോയി യക്ഷി ഇങ്ങോട്ട് വരട്ടെ. അവൾ ജീവനോടെ മടങ്ങില്ല. വിടമാട്ടേണ്ടി ഞാൻ വിടമാട്ടെ എന്നും പറഞ്ഞ് സ്വപ്നവല്ലി ചാടിത്തുള്ളി പോകാൻ തുടങ്ങും. അപ്പം മഞ്ചമ്മ പിടിച്ചു നിർത്തിയിട്ടോ. എന്തായാലും ആ രചന ലിഫ്റ്റ് ഇറങ്ങി ആ വാതിൽക്കലേക്ക് വന്നതും നമ്മുടെ ആ ഒരു ഇഷിത വീട്ടിലേക്ക് പോകാനായിട്ടാണ് വന്നത്. പക്ഷെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നതും സ്വപ്നവല്ലിയും മഞ്ചമ്മയും കൂടെ ചാടിച്ചെന്നു. എന്തിനാടി നീ വന്നത്? അത് ചോദിക്കാൻ നിങ്ങളാരാ? ആരാന്ന് നിനക്കറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, ഞാൻ എന്തിനു വന്നതെന്ന് അറിയണമെന്ന് എന്താ ഇത്ര നിർബന്ധം? എടി, എന്നെ എന്താണ്ട് ചെയ്യാൻ വന്നതല്ലേ നീയാ എന്ന് സ്വപ്നവല്ലി ചോദിച്ചപ്പം അതിന് ഞാനും നീയുമായിട്ട് എന്ത് ബന്ധം? ഞങ്ങളുടെ ചിപ്പിയെ നീ കൊണ്ടുപോയില്ലേ കള്ളക്കേസ് പറഞ്ഞ്. അപ്പോഴേക്കും അതെ, ചിപ്പി എൻ്റെ മകളാണ് എന്ന് രചന പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളെ എൻ്റെ മകൻ്റെ മകളാ. അതിലെന്താ നിനക്ക് അവകാശം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിനെ ചിപ്പി നിങ്ങളുടെ മോൻ്റെ മകളാണെന്ന് ഞാൻ പറഞ്ഞാലല്ലേ ഉള്ളൂ. അതെ, നിങ്ങളുടെ മോൻ്റെ മകളല്ല ചിപ്പി. അഴിഞ്ഞാടി നടന്നതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ, അഴിഞ്ഞാടി നടന്ന് എനിക്കുണ്ടായ കൊച്ചു തന്നെയാണ് ചിപ്പി എന്നും പറഞ്ഞ് ഞെട്ടിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സ്വപ്നവല്ലിയൊക്കെ. അപ്പോഴേക്കും രചന പറഞ്ഞു, എട്ടണ്ട, ഞാൻ അന്നൊന്നും ആരുടെയും കൂടെ പോയിട്ടില്ല. ചിപ്പി മഹേഷിൻ്റെ മകൾ തന്നെയാണ്. അതിന് ഒരു DNA ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ ചിപ്പിയെ നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. ഞാൻ വന്നതേ, ചിപ്പി ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ട്. ചിപ്പിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാ. അപ്പോഴേക്കും സ്വപ്നവല്ലി പറഞ്ഞു, കള്ളം പറയരുത്, നീ കേസിലോ പുതിയ വഴിയുണ്ടാക്കാൻ നോക്കുകയല്ലേ. അപ്പോഴേക്കും ഇഷിത വന്നിതൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എൻ്റെ മോനെ ചതിച്ചില്ലേ, നിനക്ക് നാണോ മാനോ ഉണ്ടോ എന്നൊക്കെ സ്വപ്നവല്ലി ചോദിക്കുകയാണ്. അപ്പോഴേക്കും മഹേഷും ഇറങ്ങി വന്നു. ഇഷിതയെ നോക്കി നിൽക്കുക. മോനെ, ഇവള് പറയുന്നത് കേട്ടോ, ചിപ്പി ഇവിടെ ഉണ്ടെന്ന്. അപ്പോഴേക്കും ചിപ്പി ഡോക്ടർ ഇഷിതയുടെ കൂടെ ഉണ്ട്. എന്നിട്ട് നീ എന്താ മോനെ ഇത് പറയാതിരുന്നത്? എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. എവിടെ എൻ്റെ കുഞ്ഞ്? അമ്മ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് മഹേഷ് അമ്മയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. എന്നിട്ട് കയറി നമ്മുടെ മഞ്ചമ്മയുടെ കയ്യിൽ അമ്മയെ കൊടുത്തു. അങ്ങനെ അമ്മ അകത്തേക്ക് കയറി പോയിട്ടോ. മഹേഷ് രചനയെ ഇങ്ങനെ നോക്കി. രചന ദേഷ്യത്തോടു കൂടി മഹേഷിനെ നോക്കിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. ഇഷിതയെ മാത്രം ബാക്കിയായി. അപ്പോഴേക്കും നമ്മുടെ മഹേഷ് ഇഷിതയോട് ചോദിച്ചു, എൻ്റെ മോള് ഞാൻ പറഞ്ഞില്ലേ സേഫാണ് എന്ന്. എന്താ വിശ്വാസമില്ലേ? അപ്പോഴേക്കും വിശ്വാസം മാത്രം. ഇഷിതാമ്മയുടെ കൂടെ എന്തായാലും ചിപ്പി മോള് സേഫ് ആയിരിക്കും. ചിപ്പിയുടെ പ്രിയപ്പെട്ട ഷിയാമയല്ലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും ഇവളൊന്ന് പുഞ്ചിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഇഷിത അകത്തേക്ക് കയറി ചെന്നു. ഇഷിതയ്ക്ക് രഞ്ജനയോട് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇഷിതയുടെ അമ്മ പ്രിയാമണി കുടിക്കാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. എന്താ ഇഷിത, ചിപ്പി ഒരുപാട് ബുദ്ധിമുട്ടിച്ചോ? ആയെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ഇവിടെ കൊണ്ട് ഏൽപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോൾ ആയമ്മയുടെ കുഴപ്പമൊന്നുമില്ല. എന്നെ കാണണമെന്ന് പറഞ്ഞ് ചിപ്പി ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അവരുടെ ഭാഗം കറക്റ്റാണ്. രചന എപ്പോഴും ടൂറിലാണല്ലോ. ഞാൻ വന്ന ദിവസവും എവിടെ ടൂറായിരുന്നല്ലോ. അപ്പോൾ ഇത് ടൂറെന്ന് പറയാൻ പറ്റില്ല. ആകാശിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയതാ. അവിടെ എന്താ ചിപ്പിയെ കൊണ്ടുപോകാതിരുന്നത്? അതിന് പറ്റിയൊരു സ്പേസ് ആയിരുന്നില്ല. ഞാൻ രചനയെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. അതെ, അവിടെ റേഞ്ച് പ്രോബ്ലം ഉണ്ട്.
അപ്പോൾ അവിടെ ബെല്ലടിക്കുന്നുണ്ടായിരുന്നല്ലോ, റേഞ്ച് ഉള്ളിടത്ത് ബെല്ലടിക്കുമോ? അതെ, DJ പാർട്ടി നടക്കുന്നതിനിടയിലാവും വിളിച്ചത്. അപ്പോഴേക്കും കൊച്ചു ഓടി വന്നു. ഷിയാമാന്താ, നമുക്ക് ഗെയിം കളിക്കാമെന്നൊക്കെ പറഞ്ഞ്. രചന അടുത്ത് നിൽക്കുന്നത് കൊച്ചു മൈൻഡ് പോലും ചെയ്യുന്നില്ല. രചന അന്നേരത്തിനും കൊച്ചിനെ, ചിപ്പി മോളെ കാണാതെ അമ്മ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ, നമുക്ക് പോകാം. ഇല്ല ഷിയാമ്മ, ഞാൻ പോവില്ല, മോളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് എന്ന് രചന പറഞ്ഞപ്പോൾ മോള് വരുന്നില്ല, അമ്മയല്ലേ വിളിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് കൊച്ചു ഓടിപ്പോവാണ്. അതിനും കുറ്റപ്പെടുത്തുന്നത് മഹേഷിനെയും മഹേഷിൻ്റെ കുടുംബത്തെയാണ്. അവർ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് കൊച്ചെൻ്റെ അടുത്ത് അടുക്കാത്തത്. ഇഷിത് കണ്ടതല്ലേ, മഹേഷിൻ്റെ അമ്മ എന്നെ തല്ലാനായിട്ട് വന്നത്, ഞാൻ എൻ്റെ മകളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതല്ലേ. മഹേഷിനും ഇതിൽ പങ്കുണ്ട്, മഹേഷ് ഒരിക്കലും ഒരു നല്ല അച്ഛനല്ല. അപ്പോഴേക്ക് ഇഷിതി ചോദിച്ചു, രചന ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്? ചിപ്പി ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ എന്ത് കരുതും? ചിപ്പിക്ക് ഡാഡി അച്ഛമ്മയൊക്കെ വളരെ വലുതാണ്. രചന ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ രചനയോടുള്ള വെറുപ്പ് കൂടുകയുള്ളൂ. സോറി ഇഷിത, എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. എനിക്ക് എൻ്റെ മോളെ ഒരുപാട് ഇഷ്ടമാണ്. 5 കൊല്ലം എൻ്റെ മോളെ കാണിക്കാതെ അവർ വെച്ചിരിക്കുകയായിരുന്നു. കോടതി പറഞ്ഞുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ ചിപ്പിമോളെ കിട്ടിയത്, ഞാൻ അവളുടെ അമ്മയല്ലേ. ഇഷിത, ഐ നീഡ് യുവർ ഹെൽപ്പ്. എന്താ ഞാനിപ്പോൾ ചെയ്യേണ്ടത്? എൻ്റെ കുഞ്ഞിൻ്റെ സ്നേഹം എനിക്ക് വേണം ഇഷിത. ഒരമ്മയുടെ ദുഃഖം ഇഷിതയ്ക്ക് എന്താ മനസ്സിലാവാത്തത്? ഇഷിതയ്ക്ക് മനസ്സിലാവില്ലേ? മഹേഷിൻ്റെ കയ്യിൽ എൻ്റെ മോളെ കിട്ടിയ ഒരിക്കലും ചിപ്പിമോൾ എന്നെ സ്നേഹിക്കില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേക്ക് ഇഷിത പറഞ്ഞു, ഞാൻ ചിപ്പിമോളെ കൂട്ടിയിട്ട് വരാം. അങ്ങനെ അകത്തേക്ക് കയറി പോവാണ്. ഇതൊക്കെ കണ്ട് ഒന്നും മിണ്ടാതെ പ്രിയാമണി 2 ഡയലോഗ് രചനയോട് പറയുകയാണ്. രചനയുടെ സങ്കടമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാനും ഒരമ്മയാണല്ലോ. അതെ, ആൻറ്റിക്ക് മനസ്സിലാകും. അല്ല, അമ്മ എന്തുകൊണ്ടാണ് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? ജനിച്ച അന്നു മുതൽ ലാഭേച്ഛയില്ലാതെ മടക്കി കിട്ടണം എന്നൊരു പ്രതീക്ഷയില്ലാതെ സ്നേഹം വാരിക്കൊരു കൊടുക്കും. ഏതാണ്ട് 5 വയസ്സ് വരെയാണ് കുഞ്ഞിന് ഈ പരിലാളനയുടെ ആവശ്യം. ഈ 5 വർഷം സ്നേഹം വാരിക്കോരി കൊടുത്തായിരുന്നോ? പ്രസവിക്കുന്നത് കൊണ്ട് ആരും അമ്മയാവില്ല. കുഞ്ഞിന് എത്ര തവണ പാല് കൊടുത്തു, എത്ര താരാട്ട് പാടി, എത്ര തവണ വാരിക്കൊടുത്തു. അമ്മ ചെയ്യേണ്ടത് അമ്മ തന്നെ ചെയ്യണം. എനിക്ക് 2 പെൺമക്കളാണ്. ഇന്ന് വരെ 2 പേരും എന്നെ തള്ളി പറഞ്ഞിട്ടില്ല. എത്ര സങ്കടത്തിലായാലും അവരെ അടുത്ത് വന്ന് എന്നെ അമ്മയെന്ന് വിളിക്കുമ്പോൾ എൻ്റെ സങ്കടങ്ങളൊക്കെ മാഞ്ഞു പോകും. ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ അനുഭവമാണ് കേട്ടോ, മറ്റൊന്നും വിചാരിക്കരുതേ. ഇരിക്കെ, ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ് പ്രിയാമണി അങ്ങ് പോയി. തൊല്ലി ഉരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ രചന. അകത്ത് പോയി ഷിയാമ ഈ പറയുന്ന നമ്മുടെ ഇഷിത ചിപ്പിയോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പക്ഷേ കൊച്ചു പോവില്ലാന്ന് തന്നെ പറയുന്നത്. ഞാനിവിടെ ഷിയാമയുടെ കൂടെ നിന്നോളാം, അപ്പം ഡാഡിയെ കാണാം, അച്ഛമ്മയെ കാണാം, മോള് പോവില്ല. ചിപ്പിയും മോളുടെ വീട്ടിലല്ലേ നിൽക്കേണ്ടത്, അമ്മയുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്. വേണ്ട, മോളുടെ വീടല്ലാതെ, മോളുടെ അമ്മ അല്ലാതെ. ഷിയാമ, ഞാൻ പോവില്ല എന്നും പറഞ്ഞ് കൊച്ചു കെട്ടിപ്പിടിച്ച് കരയാട്ടോ. ഞാൻ ഷിയാമയെ വിട്ട് പോവില്ല, മോള് വിട്ട് പോവില്ല, ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്താണ് നമ്മുടെ രചനയ്ക്കൊരു കോള് വരുന്നത്. ആയമ്മയാണ് വിളിക്കുന്നത്. ആയമ്മയിൽ നിന്നും ആ രചന അറിയുകയാണ്, നമ്മുടെ ആകാശ് ടൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഉടനെ തന്നെ ഒരു ടൂറ് പോകുന്നുണ്ട്, ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്നത് കേട്ടു, ആരോടോ സംസാരിക്കുന്നത് കേട്ടു, ഉടൻ തന്നെ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ മേഡം എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ രചനയ്ക്ക് അപകടം മണത്തത്. അപ്പോൾ ഈ കൊച്ചിനെ കൊണ്ട് ഇനി അവിടെ ചെന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിന് ഇവരെന്തായാലും പോവേ, ആ സമയത്ത് കൊച്ചൊറ്റയ്ക്കാവുകയെ, എന്നാൽ കുഞ്ഞ് ഇഷിതയുടെ കൂടെ നിന്നോട്ടെ എന്ന് തന്നെ വിചാരിക്കുകയാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിലൊന്ന് എത്തണം ഇഷിത, ഞാൻ പോയിട്ട് വന്നിട്ട് ചിപ്പിമോളെ കൺവിൻസ് ചെയ്ത് കൊണ്ടുപോയിക്കോളാം. അപ്പോൾ ഇഷിത പറഞ്ഞു, അതിനിപ്പോൾ എന്താ, എനിക്ക് വിരോധമൊന്നുമില്ല. എന്നാൽ ആയിക്കോട്ടെ മോളെ, പോയിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞ് രചന അവിടെ നിന്ന് പോവുകയാണ്. ചിപ്പിമോളെ ഹാപ്പി. അപ്പോഴേക്ക് ചിപ്പിമോൾ പറഞ്ഞു ഹാപ്പി. 2 പേരും കൂടെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്വപ്നവലി ആകെ സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുക, താടിക്ക് കൈ കൊടുത്തൊന്നും മിണ്ടാതെ, ആരും ഒന്നും മിണ്ടുന്നില്ല. സ്വപ്നവലി താടിക്ക് കൈ കൊടുത്തിരിക്കുന്നു, വേലക്കാരി പച്ചക്കറി അരിയുന്നു, മഹേഷ് ഫോൺ നോക്കിയിരിക്കുന്നു. ഇതെന്താ ആരും ഒന്നും മിണ്ടാത്തത് എന്നും ചോദിച്ചുകൊണ്ട്, ഇവിടെ എന്താ മുണ്ടാട്ടം മുട്ടിപ്പോയോ എന്ന് ചോദിച്ച് രാമനാഥൻ വന്നു കേട്ടോ. രാമ, ചിപ്പി ജനിച്ചിട്ട് എല്ലാ ദിവസവും എല്ലാ വർഷവും ചിപ്പിയുടെ പിറന്നാൾ ഇങ്ങനെയായിരുന്നോ? പാട്ടും ഡാൻസും എന്താഘോഷമായിരുന്നു. മഹേഷ് ദില്ലിയിലായിരിക്കുമ്പോൾ പോലും ഈ ദിവസം ഓടിയെത്തില്ലായിരുന്നോ? ചിപ്പിമോള് കൺമുമ്പിൽ ഉണ്ടായിട്ട് പോലും ഒന്ന് കാണാൻ കഴിയുന്നില്ലല്ലോ. അപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു, മഹേഷ് ചിപ്പിയോടൊപ്പം ഉണ്ടായിരുന്നല്ലോ, ഒരു ദിവസം ഫുൾ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, അതെ,
അതിവിടെ പറയരുതെന്ന് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ആരുമായിട്ട് എന്ന് രാമനാഥൻ ചോദിച്ചപ്പോൾ ഡോക്ടർ ഇഷിതയുമായിട്ട്. അവരാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നത്. അപ്പോഴേക്ക് രാമനാഥൻ ഓടി വന്നു. മോനെ 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 എനിക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി താ, ഞങ്ങൾക്കും വേണോടാ, അവളെ ഒന്ന് കാണണോടാ, കൊച്ചിനെ കാണണോടാ. രാമ ഒന്ന് പറ, ഒന്ന് പോയി ചോദിക്കാവോ ചിപ്പി ഒന്ന് കാണിച്ചു തരാൻ. അതിന് രചന കൊണ്ടുപോയില്ലേ കുഞ്ഞിനെ? അപ്പം മഞ്ചമ്മ പറഞ്ഞു ഇല്ല, അവൾ ഒറ്റയ്ക്കാണ് പോയത്, കൊച്ചിനെ കൊണ്ടുപോയിട്ടൊന്നുമില്ല. സത്യമാണോ? ആ അതേനെ. എന്നാ രാമ ഒന്ന് പോയി ചോദിക്കുക കുഞ്ഞിനെ കണ്ടോട്ടേന്ന്. അപ്പം മഹേഷ് ഇഷിതയോട് ചോദിക്കുന്നതാവും നല്ലത് എന്ന് രാമനാഥൻ പറഞ്ഞു കേട്ടോ. മഹേഷിന് അത്രയും സ്വാതന്ത്ര്യത്തോടെ ചോദിക്കാമല്ലോ. അപ്പം ഞാൻ ചോദിക്കില്ല, ഒരു സ്വാതന്ത്ര്യവും ഞാൻ മിസ്യൂസ് ചെയ്യില്ല. ഇഷിത ഒരു നോ എന്ന് പറഞ്ഞാൽ എനിക്കത് വലിയ ബുദ്ധിമുട്ടാകും. അപ്പോഴേക്കും സ്വപ്നവല്ലി രാമ എന്നാ ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ആയിക്കോട്ടെ എന്നും പറഞ്ഞ് രാമനാഥൻ ഇറങ്ങി അങ്ങ് പോവുകയാണ് കൊച്ചിനെ ചോദിക്കാനായിട്ട്. അപ്പോൾ ആ വാതൊക്കെ ചെന്ന് പമ്മി ഇങ്ങനെ നിൽക്കുക. അകത്ത് കയറാനും ചോദിക്കാനും ഒരു മടി. അകത്തുള്ളവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പമ്മി നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്രഭുമാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. പ്രഭുമാഷിനോടുള്ള വർത്താനം പറച്ചിലിൽ നിന്നും പ്രഭുമാഷിന് മനസ്സിലായി രാമനാഥന് തന്നോട് എന്തോ പറയാനുണ്ട് എന്ന്. രാമനാഥനോട് ചോദിച്ചു, എന്താ എന്നോടെന്തോ പറയാനുണ്ടല്ലോ? കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നാൽ പിന്നെ അകത്തേക്ക് വാ. അകത്തേക്കോ? അകത്തേക്ക് വാ, അകത്തേക്ക് നമുക്ക് സംസാരിക്കാമല്ലോ എന്നും പറഞ്ഞ് രാമനാഥനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. ഇതേ സമയം നമ്മുടെ സുചിത്രയും അതുപോലെ പ്രിയാമണിയും കൂടെ സംസാരിക്കുകയാണ്. ഇഷു എന്തിയെ ചിപ്പിയുടെ കൂടെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും കൂടെ സെറ്റായി. അതെ, ഇത് ഈ ഇളയമയ്ക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലല്ലോ, ഞാൻ ഒരു കാര്യം പറയാം, ഇതൊരു കെട്ടിലേ അവസാനിക്കുള്ളൂ. എന്ത് കെട്ട്? അതെ, ചിപ്പിയുടെ അച്ഛനെ നമ്മുടെ ഇഷയേച്ചി അങ്ങോട്ട് കെട്ടും. ഇഷുവോ? അന്ന് കാക്ക മലന്ന് പറക്കും. അപ്പോഴേക്ക് സുചിത്ര പറഞ്ഞു, ഇപ്പോഴത്തെ കാക്കകളെ വിവരദോഷികളാണ്, മലന്നും പറക്കും, കമന്നും പറക്കും, കടന്നും പറക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുക കേട്ടോ. ആ സമയത്താണ് രാമനാഥനെയും കൊണ്ട് പ്രഭുമാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. പ്രിയാമണി അന്തം വിട്ട് പോയിട്ടോ. പ്രഭുമാഷ് പറഞ്ഞു, വാ രാമനാഥ ഇരിക്കുക. അങ്ങനെ ഇരുന്നു കേട്ടോ. ഇദ്ദേഹത്തിന് എന്നോട് എന്തോ സംസാരിക്കണം, ഞാനാണ് അകത്തേക്ക് വിളിച്ചത്. അപ്പോഴേക്ക് രാമനാഥൻ ചോദിച്ചു, ഡോക്ടർ ഇഷിതയില്ലേ? അപ്പോൾ ഇഷിത അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്നീ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്ത് വേണേലും പറയാം, ചിപ്പി ഇവിടെ ഉണ്ടല്ലോ അല്ലേ എന്ന് രാമനാഥൻ ചോദിച്ചു. വൈകുന്നേരം ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിപ്പി ഇവിടെ ഉണ്ട്. അതെ, ഇന്ന് ചിപ്പിയുടെ ബർത്ത്ഡേയാ. ചിപ്പിയുടെ ബർത്ത്ഡേയോ? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് ഇഷിത. എല്ലാ വർഷവും വലിയ ആഘോഷമാക്കാറുണ്ട്. ഈ ബർത്ത്ഡേ ചിപ്പി ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചതാ. ദൈവമാണ് ചിപ്പി അവിടെ എത്തിച്ചത്. കുഞ്ഞിനെ തരികയാണെങ്കിൽ ഞങ്ങൾക്കത് വലിയ സന്തോഷമാണ്. അപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ പൊക്കോളാം. അപ്പോഴേക്കും എന്താ മോളെ അഭിപ്രായം എന്ന് മാഷി ചോദിച്ചപ്പം ഇഷിത പറഞ്ഞു, അച്ഛൻ തീരുമാനിച്ചോ? രാമനാഥ, കുഞ്ഞിനെ കൊണ്ടുപോയി ഗംഭീരമായിട്ട് പിറന്നാൾ ആഘോഷിച്ചോ? എന്താ പ്രിയമണി? അതൊക്കെ മാഷിൻ്റെ ഇഷ്ടം. എന്നിട്ട് ഇഷിത അകത്തേക്ക് നോക്കി ചിപ്പിന്ന് വിളിക്കുക. അപ്പം ചിപ്പി വന്നു. അച്ചച്ചാ എന്നും പറഞ്ഞ് കൊച്ചു ഓടി വന്ന് അച്ചച്ചനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. മോളേന്നും പറഞ്ഞ് അച്ചച്ചനും വാരിയെടുത്തു. എന്തായാലും ചിപ്പിമോളുടെ പിറന്നാൾ അടിച്ചു പൊളിക്കാൻ തന്നെ ഇവർ തീരുമാനിച്ചു. പക്ഷേ ചിപ്പിമോളുടെ പിറന്നാളിന് ചിപ്പിമോളുടെ അമ്മ, അതായത് രചനയുടെ ഭാര്യ എത്തുകയാണ്. രചനയുടെ ഭാര്യയല്ല, മഹേഷിൻ്റെ ഭാര്യ എത്തുകയാണ് ചിപ്പിമോളുടെ പിറന്നാളിന്. അങ്ങനെ കുടുംബത്തോടൊപ്പം അവരെല്ലാവരും സന്തോഷമായിട്ട് പിറന്നാൾ ആഘോഷിക്കുകയാണ്. നിങ്ങൾക്ക് ഞെട്ടിയില്ലേ? അവർ തമ്മിൽ കുടുംബത്തോടൊപ്പം പിറന്നാളോ സന്തോഷമായിട്ടോ? യെസ്, രചനയല്ല, നമ്മുടെ മഹേഷിൻ്റെ ഭാര്യയായിട്ട് ഇഷിത അങ്ങോട്ടേക്ക് ചെല്ലും. അവർ പിറന്നാൾ ആഘോഷിക്കും. എങ്ങനെയാണെന്നല്ലേ? അതൊക്കെ സസ്പെൻസ്. ഇന്ന് രാത്രിയിലത്തെ പ്രമോയിലൂടെ പറയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ ചിപ്പിമോളും ഇഷിതയും മഹേഷും ഒക്കെ ആയിട്ട് പിറന്നാൾ, അതും മഹേഷിൻ്റെ ഭാര്യ എന്ന ലേബലിൽ നമ്മുടെ ഇഷിത. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം മറക്കണ്ട. സി യു അഗെയിൻ. താങ്ക് യു.